അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന മൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രശ്മി ശേരിയും അവർ, അതുപോലെ വേദിയിലിരിക്കുന്ന വൈസ് പ്രസിഡന്റ് വാർഡിന്റെ മെമ്പറായിട്ടുള്ള വിനിത PB, അബ്ബാസ് വാദക്കാട്ടില്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലക്ഷ്മി ചേച്ചി ടീച്ചർ, അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് മാന്യ വ്യക്തിത്വങ്ങളെ, ഇവിടെ ടീച്ചേഴ്സ്, വർക്കേഴ്സ്, ALMSC അംഗങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ചിട്ടുള്ള ALMSC അംഗങ്ങൾ, ഓരോ പ്രവർത്തനങ്ങളും അദ്ദേഹം
ചെയ്യുകയും അതുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരും. അതുപോലെ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം അവറുകൾ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന തൊഴിലുറപ്പിലെ പ്രിയപ്പെട്ട അമ്മമാർ, പ്രിയപ്പെട്ട അങ്കണവാടി ടീച്ചർമാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. മൂർക്കനാട് അംഗൻവാടികൾ സമൂഹത്തിലെ താഴെത്തട്ടിൽ ഉള്ളവർക്കുള്ള സ്വാധീനവും അതുമൂലം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മളെ ഇന്ത്യ ഗവൺമെൻറ്റിന് നിർദ്ദേശം നൽകുകയുണ്ടായി. പോഷകാഹാരക്കുറവ് മൂലം ഒരു കുട്ടിയും മരണമടയുന്ന ഒരു സാഹചര്യം നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ എല്ലാവിധ പരിപാടികളും ഈ താഴെത്തട്ടിലുള്ള അംഗൻവാടികൾ മുഖേനയാണ് നടത്തുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. ICDS സൂപ്പർവൈസർ, CDPO, അബ്ബാസ്, മെമ്പർ, അംഗനവാടി ടീച്ചർമാർ, പ്രിയപ്പെട്ടവരെ, നാട്ടുകാരെ, നമ്മുടെ മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കെട്ടിടം ശോചനീയമായ സ്ഥിതിയിലുണ്ടായിരുന്ന കിഴക്കുംപുറം അംഗനവാടി, അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ച ഈ പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി മാഡം, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യൻ, സ്വന്തം ഒരു വീട് ഉണ്ടാവുന്ന അതേ ഒരു സന്തോഷമാണ് ഒരു അംഗൻവാടി ഉണ്ടാകുമ്പോഴും. അപ്പോൾ മാഡം പറഞ്ഞു, രശ്മി മാഡം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊട്ടടുത്ത് തന്നെ ഇവിടെ വയറിങ് നടത്തി ഇലക്ട്രിഫിക്കേഷൻ നടത്തും എന്നുള്ളത് സർക്കാരിൻ്റെ കൃത്യമായ നിർദ്ദേശമുണ്ട്. ഇപ്പോൾ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് കറണ്ട് കണക്ഷനും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കണക്ഷനും കിട്ടിയതിന് ശേഷം മാത്രമേ ഉദ്ഘാടനം ചെയ്യാവൂ എന്നുള്ള ഒരു കൃത്യമായ സർക്കുലർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് പറയാനറിയില്ല, ഇവിടെ ചൂടാണ്, ഞാനിവിടെ ഇരിക്കില്ല, എനിക്കിവിടെ പറ്റില്ല എന്ന് പറയാനുള്ള ഒരു പ്രാപ്തി നമ്മളെ കുഞ്ഞുങ്ങൾക്കായിട്ടില്ല. നമ്മളൊക്കെ ഉടനെ ഇപ്പോൾ ചൂട് ഇവിടെ വെയിലത്തിരിക്കുമ്പോൾ നമ്മൾ ചൂട് സഹിക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ ചിലപ്പോൾ മാറിയിരിക്കും. പക്ഷെ കുഞ്ഞിനത് അറിയില്ല, പല രീതിയിലായിരിക്കും കുഞ്ഞ് അതിൻ്റെ ഇറിറ്റേഷൻ പ്രകടിപ്പിക്കുക. അപ്പോൾ അവർ നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും തന്നെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഭരണകർത്താക്കളുടെയും. അതുപോലെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പരിപാടിയുടെ അംഗനവാടി ഉദ്ഘാടന പരിപാടിയുടെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രശ്മി, ഉദ്ഘാടനം നിർവഹിച്ച ബ്ലോക്ക് പ്രസിഡന്റ്, നമ്മുടെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ICDS എന്ന് വന്ന സൂപ്പർവൈസർ, CDPO അടക്കമുള്ള ഉദ്യോഗസ്ഥർ, അംഗനവാടിക്കാർ, മറ്റും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതിന് തന്നെ ഒരുപാട് സമയം പോകും, അത്ര ജനമുണ്ട് ഇവിടെ, അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ അംഗനവാടി പറഞ്ഞു വളരെ ഫിറ്റ് അല്ല പറഞ്ഞ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് കൊടുക്കാൻ പറ്റില്ല എന്ന്. പഴയ കാലത്തൊക്കെ ഓടിൻ്റെ ബിൽഡിങ്ങുകളാണ് നമ്മളെ അംഗനവാടികളിലൊക്കെ ഉണ്ടായിരുന്നത്, അന്നൊന്നും വാർപ്പിൻ്റെ അല്ലായിരുന്നു. അപ്പോൾ അതിന് ഇടക്കാലത്തൊക്കെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു ഇതും. പക്ഷേ എന്നിട്ടും ബ്ലോക്ക് മെമ്പർ ഇവിടെ പറഞ്ഞു, ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല എന്ന്. പക്ഷേ ബ്ലോക്ക് മെമ്പറെ ഞാൻ ഗ്രാമസഭയിൽ നിന്ന് ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം ഞാൻ കടമ എടുക്കുകയാണ്. കാരണം നമ്മൾ വികസന കാര്യത്തിൽ നമ്മൾ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലയൊന്നും നമുക്ക് വ്യത്യാസമില്ല. നമുക്ക് 2 കെട്ടിടം കിട്ടിയിട്ടുണ്ട്, അംഗനവാടി കിട്ടിയിട്ടുണ്ട്. ഒന്ന് 13-ാം വാർഡിലും ഒന്നും 8-ാം വാർഡിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ബ്ലോക്കിന്റെ കെട്ടിടങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം നമ്മുടെ കരുവറമ്പിൽ 13-ാം വാർഡിൽ ഒന്ന് ഉണ്ടെന്ന് പറയുന്നുണ്ട് ബ്ലോക്ക് മെമ്പർ, ആ ഡിവിഷൻ മെമ്പർ ഉണ്ടോ ഇല്ലെന്നുള്ളത്. ഒരു ടീച്ചേഴ്സ് കാരണം അവരെല്ലാവരും ബുദ്ധിമുട്ട്. ഒരു ബാത്റൂം ആയിരുന്നു, അംഗനവാടി ഡോർ അടയ്ക്കാൻ പറ്റണില്ല എന്നല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ അംഗനവാടി ഉദ്ഘാടനം കഴിഞ്ഞതിൽ. അപ്പോൾ ഇതിലെ തന്നെ എൻ്റെ ഈ അംഗനവാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും, എനിക്ക് എല്ലാ സപ്പോർട്ടും തന്ന എൻ്റെ ക്ലബിലെ ഭാരവാഹികൾക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അപ്പോൾ അതിൻ്റെ മറ്റ് പ്രവർത്തികൾക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് ഇവിടുന്ന് പോവുകയാണ്. എന്നാലും ഇതിൻ്റെ ബാക്കി ചടങ്ങുകൾ നടക്കും. അപ്പം നമ്മുടെ വാർഡ് മെമ്പറുടെ അധ്യക്ഷതയിലാണ് ബാക്കി പരിപാടികൾ നടക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടിക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി മുൻ CDPO മൂർക്കനാട് കിഴക്കുംപുറം അംഗനവാടിയുടെ ഉദ്ഘാടനം